വാലേക്കും സലാം. അല്ല എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? അല്ല അപ്പാക്ക് സോചിയായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിനി. അപ്പൊ പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത്. അത് 15 ലക്ഷം ഉറുപ്പ്യം വേണം. അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യാ? മോളെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം ആവണുള്ളൂ. ഓൾക്കാണെങ്കിൽ ഇപ്പോൾ വയച്ചിലും ഉണ്ട്. കല്യാണത്തിന്റെ കടം തന്നെ വീടിയിട്ടില്ല. ഇന്ത്യക്കാണെങ്കിൽ 5 പൈസ ഇല്ല. നാസറ എന്റെ പാടെന്താ? നിന്റെ കടിയിലേനെ തീരെ കച്ചവടമില്ല. അത് ഈ കടയിലെ ഞാൻ എങ്ങനെ കൊണ്ടെടുക്കുക എന്നുള്ളതില്ലേ കൂടുതൽ ഞാൻ 15 ലക്ഷം റുപ്യ ഒപ്പിച്ച. കബീർ അവരുണ്ടാകും പറഞ്ഞു കേട്ടില്ല. എന്റെ അഭിപ്രായം എന്താ? ഞാനേ വിസ ക്യാൻസലാക്കി വന്നിട്ടേ 1 കൊല്ലമായി. ഞാൻ അവിടെ പോയാലല്ലേ എന്തെങ്കിലും കിട്ടുള്ളൂ. പിന്നെ എൻ്റെ അടുത്ത് എവിടുന്ന പൈസ? എൻ്റെ അടുത്ത് ഒന്നുമില്ല. നിങ്ങളെ പെങ്ങള് കുഞ്ഞോളോട് ഈ കാര്യം പറഞ്ഞു. അവളുടെ അടുത്ത് പൈസ ഇല്ലാന്ന് പറഞ്ഞു. എന്നാ അതിന് ഞാൻ വേറെ തീരുമാനം എടുക്കാൻ വേണ്ടിയാ വന്നത്. തീരുമാനം എന്റെ അഭിപ്രായേ ഈ പേരും പറമ്പാണ്ട് വിൽക്കുക. നിങ്ങൾ ബാപ്പാനാണ്ട് ചികിത്സിക്കുക. ബാക്കി എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് 3 കൊണ്ടാ. എന്താ കാക്ക നിങ്ങളെ തീരുമാനം? ഇതിനെ എനിക്കറിയില്ലേ, എൻ്റെ ഈ 4 മക്കള് നാട്ടിൽ ചോറ് വലിച്ചിന പെരി കിടന്നപ്പോളേ ഞാൻ ഇവിടുന്ന് ഒരു വിഷ എടുത്തുകാണ്ട് പോയിക്കാണ്ട് ഗൾഫ് പോയിക്കാണ്ട് ചോരം നീരും പറ്റിച്ചിക്കാണ്ട് ഉണ്ടാക്കിയ ഇരിക്കക്കൂരി മുതലാണിത്. ഇപ്പൊ എനിക്കൊരാവശ്യം വന്നപ്പോളേ ഇവിടെ അടുത്ത് ആരും പൈസ ഇല്ല. അപ്പൊ പിന്നെ ഇത് ബുക്കല്ലാതെ എത്ര ഇതിനെ നമ്മൾ കാട്ടുക? എന്നാ കാക്ക ഇത് നമ്മൾ വിൽക്കുക. നാളെ ഇതിന്റെ കച്ചവടക്കാരെ ഞാൻ കൊണ്ടുവരാം. അതിപ്പോ കച്ചവടക്കാരെ കൊടുക്കാണ്ട് അത് പുറത്ത് കൊടുക്കണം. ഞാൻ പെണ്ണുങ്ങളെ സ്വർണം വെച്ചുകാണ്ട് എന്തെങ്കിലും കാട്ടിക്കാണ്ട് ഞാനാണ് എടുത്തോളാം. അല്ല അത് ഞാൻ എടുത്തോളാം. അതിന് പുറത്തേക്ക് കൊടുക്കണ. അല്ലപ്പാ, ഞാനും പെണ്ണുങ്ങളും കുട്ടികളും ഇവിടെ അല്ലേ നിൽക്കണ്ടേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടിയാണ്ട് ഞാൻ എടുത്തോളാം. കുറച്ചൊക്കെ ബാങ്കിലൊക്കെ ഉണ്ടാവും. എന്നിട്ടപ്പോ ഇതിനിപ്പേ കച്ചവടക്കാർ 30 ലക്ഷം റുപ്യ പറയുന്നുണ്ട്. നിങ്ങളിപ്പോ എൻ്റെ മക്കളായതുകൊണ്ട് ഒരു 25 ലക്ഷം റുപ്യ തന്നാല് നിങ്ങൾക്ക് ആർക്കാ തെരഞ്ഞെച്ച ഓൽക്കാണ്ട് തരാം. എന്നാ 25 ലക്ഷത്തിന് ഞാൻ എടുത്തോളാം. അല്ല ഞാൻ നാളെ തന്നെ പൈസ തരാം. അല്ല ഇന്ത്യക്ക് പൈസ റെഡിയാണേ. നിങ്ങൾ തമ്മിലേ തർക്കായ സ്ഥിതിക്ക് ആരാ കൂടുതൽ പൈസ തരുന്നേ ഓൽക്കാണ്ട് തരാം. 25 ഞാൻ എടുത്തു. 27 ഞാൻ എടുത്തോളാം. 27 ഞാൻ എടുത്തോളാം. 27 ഞാൻ എടുത്തോളാം. എന്നാ 28 ഞാൻ എടുത്തോളാം. അല്ല 30 ലക്ഷം റുപ്യൊക്കെ ഞാൻ ഏതായാലേ ഈ മുതലിനും വേണ്ടിയിട്ട് നിങ്ങൾ ഏട്ടനും അഞ്ചനന്മാരും തെറ്റാൻ നിൽക്കണ്ട. ഞാൻ ഇപ്പോൾ പുറത്തുനിന്ന് 2 ആളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓലും കൊണ്ട് പറ്റേ. എന്നിട്ട് നമുക്ക് എന്താ വെച്ചാൽ തീരുമാനിച്ചാ. അസ്സലാമു അലൈക്കും. ആ വലൈക്കും അസ്സലാം. മമ്മൂട്ടിയെ ഇങ്ങോട്ട് കയറിയിരിക്കേ. ഇതാണിപ്പോൾ ഞാൻ വരാൻ പറഞ്ഞ ആൾക്കാർ. ഇത് മമ്മൂട്ടിയാണ്. ഈ മമ്മൂട്ടി ഞാനും കൂടി ഗൾഫിൽ 30 കൊല്ലത്തെ പരിചയമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പണിയെടുത്ത ആൾക്കാരാണ്. ഒരേ റൂമിൽ കിടന്ന ആൾക്കാരാണ്. ഇവനും 30 കൊല്ലം പ്രവാസ ജീവിതം നയിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ ഓൻ്റെ ചോരം നീരും പറ്റി ഓപ്പം അധ്വാനിക്കാൻ കഴിയാത്ത ഗതിയായപ്പോൾ ഓൻ്റെ പെണ്ണുങ്ങളും കുട്ടികളും ഇതേ അവസ്ഥയിൽ പെരീന് പുറത്താക്കിയതാണ്. അങ്ങനെ ഓൻക്ക് അവിടുന്ന് കിട്ടിയ കുറച്ച് കായായിട്ട് ഓമ്പോൾ ഒരു വൃദ്ധസദനം തുടങ്ങി. ഇപ്പോൾ മക്കൾ പുറത്താക്കിയ മാതാപിതാക്കളെല്ലാവരും ഓന് ഈ വൃദ്ധസദനത്തിൽ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാനെന്തൊരു പണി വെക്കണമല്ലോ, ഞാൻ ഈ മുതലും സ്വത്തൊക്കെ കൂടിയും ഓൻ്റെ പേരിലുള്ള വൃദ്ധസദനത്തേക്ക് എഴുതി കൊടുത്തേക്കും. ഞാൻ ഇപ്പോൾ ഓൻ്റെ ഇപ്പോൾ പോകാൻ നിൽക്കും. കബീറെ ഓൾക്ക് രണ്ടാക്കുമ്പോൾ മുതലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അടുത്തുണ്ടല്ലോ ഇപ്പോൾ കുറച്ച് കായ് ബാങ്കിൽ അവിടെയൊക്കെ കിടക്കണ്. ഈ ഒരു കാര്യം ചെയ്യേ, പെണ്ണുങ്ങളും കുട്ടികളും വിളിച്ചിക്കാണ്ട് ഒരു ഇരിക്കക്കൂല അവിടെ സെറ്റപ്പ് ആക്കാൻ നോക്കിക്കാളാം. ഞാൻ ഇപ്പോൾ ഏതായാലും മുതൽ ഓൾക്ക് കൊടുത്തേക്കണം. അപ്പോൾ എൻ്റെ കുട്ടി അതിനുള്ള ബജ്ജ് നോക്കിക്കോളിട്ടാ. എന്നാ സാക്ക നമ്മൾ പോവാ. മമ്മൂട്ടിയെ എൻ്റെ ബാഗ് ഉണ്ടോ അവിടെ? അത് നിർത്ത്. എന്നാ മൻസൂറേ ആ ബാഗ് ഒന്ന് ഇട്ടു. ബാപ്പാന്റെ പേരും പറമ്പും നിങ്ങൾക്ക് 25-30 നിങ്ങൾക്ക് പൈസ ഉണ്ട്. ബാപ്പാനെ ചികിത്സിക്കാൻ നിങ്ങൾക്ക് പൈസ ഇല്ല. ഇതിപ്പോ നിങ്ങളെ പോലെയൊക്കെ മക്കൾക്കൊരു പാടാണത്.